ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, ചോറ് ചേർക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഇതുണ്ടാക്കാനായിട്ട് പൂരി മേക്കറിൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല പരത്തേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാൻ പറ്റും. എണ്ണയിലിടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി വരികയും ചെയ്യും. നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം, അതേസമയം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടാക്കി കുറച്ച് സമയം കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഇത് താഴ്ന്നു പോകത്തില്ല. പിന്നെ അത് മാത്രമല്ല തീരെ എണ്ണ കുടിക്കാത്ത ടൈപ്പ് പൂരിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂരി കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പാണിത്. ഇനി വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പൂരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അതേസമയം കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ ഇതിനകത്തേക്ക് തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എടുക്കാൻ പോകുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിനകത്ത് തീരെ വെള്ളം ഒഴിക്കാതെ ഇത് കുറേശ്ശെയായിട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ഓൺ ചെയ്ത് അങ്ങനെ അരയ്ക്കരുത്. പൾസ് മോഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. കാരണം ഇത് നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം മിക്സി ഓൺ ചെയ്തിട്ടാലേ കേടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഈ അരച്ചെടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗോതമ്പ് പൊടിയും റവയും കൂടിയിട്ടുള്ള മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത്. അതുമാത്രമല്ല ഒരുപാട് നേരം മിക്സി ഓൺ ചെയ്ത് ഇടുകയും ചെയ്യരുത്. ഇനി ഉരുളക്കിഴങ്ങ് എത്ര ചേർക്കണം എന്ന് ഡൗട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം അരച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമതും അരച്ചതിന് ശേഷം അതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് നമ്മൾക്കിനി കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഉരുളക്കിഴങ്ങ് അരച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും ഉരുളക്കിഴങ്ങ് ഈ പൊടിയിലേക്ക് വേണ്ടി വരും. നമ്മൾ സാധാരണ പൂരിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിനകത്ത് റവ ചേർത്തത് കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമയം റവ കുറച്ചൊന്ന് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുക്കാൻ പറഞ്ഞത്. അതേസമയം ഉരുളക്കിഴങ്ങ് അരച്ചത് ഒരുപാട് കൂടിയും പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും. നമ്മൾ ആദ്യമായി തന്നെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുത്ത പൊടിയാണിത്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അരച്ചത് ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനും പറ്റും. കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇത്രയും മാവ് വെച്ചിട്ട് ഏകദേശം 15-16 പൂരി ഉണ്ടാക്കാനായിരിക്കും പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാവും ഉരുളക്കിഴങ്ങും എല്ലാം കൂട്ടിയെടുക്കുക. ഇപ്പം ഞാനിതോടെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിത് കറി ഉണ്ടാക്കുന്ന അത്രയും സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത റവയെല്ലാം നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട കറി ഉണ്ടാക്കാനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്, പിന്നെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിനകത്തേക്ക് ടോട്ടലായിട്ട് വേണ്ടത് മീഡിയം സൈസിലുള്ള 6 ഉരുളക്കിഴങ്ങാണ്. 3 നമ്മൾ പൂരി കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയാണ്. 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആയിരിക്കും. അതേസമയം ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടുകയും ചെയ്യും. ഇപ്പം ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് കുറച്ചൊന്ന് റെഡായിട്ടായിരിക്കും ഇരിക്കുക.
അതുകൊണ്ട് ഈ കറിക്ക് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ്. അത് കൈവച്ച് ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ചത് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അരച്ചത് എല്ലാം കൂടെ പൂരി കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ചില ടൈപ്പ് ഗോതമ്പ് പൊടിക്ക് ഉരുളക്കിഴങ്ങ് അരച്ചത് കുറച്ച് മതിയായിരിക്കും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും അതിൽ വ്യത്യാസം വരും. അപ്പം അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഉരുളക്കിഴങ്ങെല്ലാം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഈ മസാല നല്ലപോലെ കട്ടിയായിട്ടിരിക്കണം എന്നുള്ളവരാണെങ്കിൽ 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള മസാലയാണ്. അതുകൊണ്ടാണ് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇതെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം മസാലയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മസാല സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് പൂരി ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൂരിക്ക് കുഴച്ച് വെച്ചത് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നു കാണും. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇത് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് പരത്തുന്നില്ല. അതുമാത്രമല്ല പൂരി മേക്കറും യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് കവറിന് പകരം ബേക്കിംഗ് ഷീറ്റ് എടുത്താലും മതി. അതിനകത്തും 2 സൈഡിലും എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച ഉരുള നല്ല പോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. കൈവച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ നല്ല റൗണ്ട് ഷേപ്പായിട്ട് വരും. എല്ലാ ഉരുളകളും കൈവച്ച് ഇതേപോലെ ആദ്യമേ ഒന്ന് ഷേപ്പാക്കി എടുത്താലേ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. ഇനി പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകളിലോട്ട് നേരെ മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള പ്ലേറ്റ് വേണം എടുക്കാനായിട്ട്. അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല റൗണ്ട് ഷേപ്പായിട്ട് വരും. നമ്മൾ പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് കവറിന് ഇതെടുത്തതിന് ശേഷം ചൂടായ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാ പൂരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പൂരി നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു പൂരിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഒരുപാട് പേരെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയും കൂടിയാണത്. അതിൻ്റെ മസാല നമ്മൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാ പൂരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രസ് ചെയ്യാനും പറ്റും. പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. അതേസമയം പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു പൂരിയും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്